ഹലോ, പറയൂ. ജാസ്കറോ? അതെ, ആരാണ്? ഗർഭമുണ്ടോന്ന് സത്യാണോ? ഗർഭം മോനെ ഇപ്പൊ 8 മാസമായിട്ടില്ല. എന്നെ വിളിച്ചു വെച്ചാൽ ഇപ്പൊ എനിക്ക് നാളെ തന്നെ പ്രസവിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഗർഭത്തിന്റെ കഥ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ എല്ലാവരോടും ഞാൻ എന്റെ മനസ്സ് തട്ടി സോറി പറയാൻ കേട്ടോ. ഒരു വീഡിയോസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹലോ ജാസി, ഇങ്ങേർക്ക് ഇത് നിർത്തിപ്പോവാനുള്ള ഒരു പരിപാടി ഇല്ല തോന്നുന്നു. ഇങ്ങേരുടെ ചാനല് അല്ലെങ്കിൽ യൂട്യൂബ് അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇപ്പൊ ഓടുന്നത് ഈ ഒരു കോൺട്രവേഴ്സി കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കക്ഷിക്കത് വിടാൻ ഒട്ടും താല്പര്യമില്ലാത്തത്. അതിന്റെ കൂടെ ജാൻമണി വന്നിട്ട് ഹെലൻ, ഞാൻ ഇന്നലെ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊരു എക്സ്പ്ലനേഷനും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നവരൊക്കെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണെന്ന് തോന്നുന്നു ഇവരുടെ ഒക്കെ വിചാരം. കാരണം ആദ്യം ഒന്ന് പറയുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആൾക്കാര് വേറെ രീതിയിൽ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് കാണുന്ന ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇപ്പൊ ജാൻമണി ഇങ്ങനെയൊക്കെ വന്ന് പറയാനുള്ള കാരണം ഹെലന്റെ വായിലിരിക്കുന്ന നന്നായിട്ട് കേൾക്കുന്നുള്ളത് ജാൻമണിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം രാവിലെ തന്നെ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പച്ചക്ക് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല, ഞാൻ പച്ചക്ക് പറഞ്ഞു. But that for this video, കാരണം അൺനെസസറി നിങ്ങൾ ആ ഹെലന് കുട്ടിക്ക് വലിക്കണ്ട. കാരണം നമ്മൾ തമ്മിൽ ഓരോ രീതിയിലേക്ക് പ്രശ്നമില്ല. കാരണം ഇന്നിങ്ങനെ ഞാൻ ജാസിക്ക് സപ്പോർട്ട് ചെയ്ത് നാളെ മറ്റന്നാളെ ഞാൻ ഹെലനിക്ക് പറഞ്ഞ ഹെലൻ കൊച്ചിയിലെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഷ സംസാരിക്കും, നിങ്ങൾ എന്താ പറയുന്നതെന്നുള്ളത് സത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒന്നിക്ക് മലയാളം സംസാരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുക, ഇനി അതല്ല വേറെ ഭാഷയാണെങ്കിൽ അത് സംസാരിക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുന്നതെന്ന് നമ്മളിങ്ങനെ വല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്ററും വെച്ച് തപ്പേണ്ട അവസ്ഥയാണ്. ഇപ്പൊ ജാൻമണി പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ജാൻമണിയുടെ ഏതോ ഒരു വീഡിയോ, ആ വീഡിയോനെ കുറിച്ചിട്ടാണ് ഇവര് ചോദിച്ചത് എന്ന് വിചാരിച്ചിട്ടാണ് ജാൻമണി ഇങ്ങനെ സംസാരിച്ചത് എന്നാണ് ജാൻമണി പറയുന്നത്. അതായത് വളഞ്ഞൊടിച്ച് മൂക്ക് അങ്ങ് പിടിക്കുക. ഡയറക്റ്റ് മൂക്ക് പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇനിയിപ്പൊ വളഞ്ഞ മൂക്ക് പിടിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് കാണുന്നു. ഒരു റിലേഷന് ഉണ്ടാക്കാൻ വേണ്ടി വർഷങ്ങളായിരിക്കും. പക്ഷെ ഒരു റിലേഷന് പോകാൻ വേണ്ടി ഒരു 5 സെക്കൻഡ് മതി അല്ലേ? അവളുടെ അമ്മാച്ചൻ എന്താ വിചാരിക്കും? ഞാൻ എത്ര മോശമായിട്ട് ഒരു പെൺകുട്ടിയുടെ വേണ്ടി ഞാൻ പറയാൻ, എനിക്ക് പറയാൻ ഒരു ആവശ്യത്തില്ല. കാരണം എന്റെ വീട്ടിലും 2-3 പെൺമക്കളുണ്ടോ. ഞാൻ പറയുന്ന വാക്ക് ഈ വീഡിയോസിലാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പൊ ഇന്റർനെറ്റിലേക്ക് കിട്ടില്ല. കാരണം ആ വീഡിയോസ് നല്ല രീതിയിലേക്ക് വൈറലായിട്ടുണ്ടോ. അവന്റെ ആ പ്രൊഫൈലില്, കാരണം ഞാൻ പറഞ്ഞു രാഹുൽ ആ നായർ പണ്ട് ആ പ്രൊഫൈലുണ്ടോ, അത് നിങ്ങൾ കുറച്ച് ക്ലോസ് ആക്കി കാണിച്ചു കൊടുത്ത് അപ്പാണ് ആൾക്കാർക്ക് ഇതാണ് വീഡിയോ. ഇത് ഹെലനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹെലനക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമണി എവിടെയോ വർക്കിന് പോയ സമയത്ത് ഏതോ ഹോട്ടലിനായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. രാത്രിയിൽ എങ്ങാണ്ട് അമ്മ മരിച്ചു എന്നുള്ള ന്യൂസ് വന്നപ്പം അവര് ഇട്ടിരുന്ന ഡ്രസ്സിൽ തന്നെ പെട്ടി എടുത്തിട്ട് എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് ഈ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. ആ സമയത്ത് ഏതോ ഒരു നാറി ആ ഡ്രസ്സോടെയുള്ള ജാൻമണിയുടെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു. എവിടെ പോയാലും ചില നാറികള് ഫോണും കൊണ്ട് നടക്കുമല്ലോ, അങ്ങനെ എടുത്തൊരു വീഡിയോ. അതിന് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് താൻ പറഞ്ഞത് എന്നാണ് ജാൻമണി ഇവിടെ പറയുന്നത്. ഞാൻ അറപ്പാനെ പറഞ്ഞേ, അതിപ്പം അപ്പത്തെ തെരികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ആ മനുഷ്യന്മാരിത് നമുക്ക് എല്ലാം ഓക്കെ, നമുക്കെല്ലാം കിട്ടണം. നമ്മൾ തിരിച്ച് എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദിവസം ജർമ്മനി ചീത്ത, ജർമ്മനിയുടെ ക്യാരക്ടർ എങ്ങനെ, ജർമ്മനി ബീഹാറിയാണ്, ജർമ്മനി ബംഗാളിയാണ്, ജർമ്മനി തിരിച്ചു പോയിക്കോ. ഈ പാവം എന്താ പറയുക, ഈ ഹെലനക്ക് കൊണ്ടുവന്നിട്ട് എന്റെ വീഡിയോസിലെ അവരുടെ ഫോട്ടോ കൊടുത്തിട്ട് ജർമ്മനി പറയുന്ന മറുപടിയാണ് ഹെലന്റെ വേണ്ടി. ഇങ്ങനെ ആ കുട്ടിയെ എനിക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഭയങ്കര മോശമല്ലേ? നിങ്ങളെ ബിഹാരിയാണ്, നിങ്ങളെ അസമിയാണ്, നിങ്ങളെ ഓരോരോ സ്റ്റേറ്റിലേക്ക് വിളിച്ചിട്ട് നമ്മളെ അത്ര ചീപ്പൊന്നും അല്ല. നിങ്ങൾ ചീപ്പാവുന്നത്, ചീത്തയാവുന്നത് എവിടാന്നറിയോ? നിങ്ങളുടെ വായിന്ന് വരുന്ന വാക്കുകൾ. ഇതുപോലുള്ള അലവലാതികളുടെ കേസിൽ പോയി നിങ്ങൾ നിന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ വായിന്ന് വരുന്ന വാക്കുകൾ ഉണ്ടല്ലോ, നിങ്ങൾ ആ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കണം. അതുപോലെ വായിന്ന് വരുന്ന വാക്കുകളാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. അത് നിങ്ങൾ മറക്കരുത്.
ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ മിണ്ടാതിരുന്ന പ്രശ്നം അവിടെ തീർന്നു. അത് ചെയ്യാതെ എന്താണോ അപ്പൊ വായിലോട്ട് വരുന്നത് അത് അങ്ങ് പാച്ചയ്ക്ക് അങ്ങ് വിളിച്ചു പറയും. എന്നിട്ട് അവസാനം വന്നിട്ട് ഇതുപോലെ വന്ന് വല്ല ഡയലോഗും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഹെലന്റെ കൂടെ ഞാൻ സംസാരിച്ച് ഷീ ഈസ് വെരി ഗുഡ് ഗേൾ. കാരണം ഹിന്ദിയിലെ സംസാരിക്കാൻ പറ്റി, അവർക്ക് നല്ല രീതിയിലേക്ക് ഹിന്ദി അറിയാം. സോ ഞാൻ ഹിന്ദിയിൽ അവളുടെ കൂടെ സംസാരിച്ചിട്ട് അവള് ഇത്ര സ്വീറ്റ് ആണ്. അവള് പറയുന്നത് എനിക്ക് സാധനം മനസ്സിലായിട്ടില്ല വാട്ട് യു ആർ ടോക്കിംഗ്. കാരണം ഈ ഭാഗം മാത്രം ഞാൻ പറഞ്ഞില്ലേ നല്ല കറക്കൊണ്ട് പറഞ്ഞിട്ട് ആ ഭാഗം മാത്രം കഥയ്ക്ക് ആ ഇൻ ബിറ്റ്വീൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ആ ക്വസ്റ്റ്യൻ എന്റെ ചെവിയിൽ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് ചോദിക്കുന്ന ആൾക്കാർ എന്റെ വീഡിയോയുടെ വെന്തിയാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെയാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് താങ്കളുടെ വീഡിയോ ലീക്കായ വീഡിയോനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് താങ്കൾ നൽകിയത്. ഞാൻ കൊടുത്തത്. നിങ്ങള് അവിടെ പറഞ്ഞത് അവൾക്ക് നല്ല, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോ, അതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നും അല്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്ന എന്റെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? ജാസിയുടെ ഗർഭം, ജാസിയുടെ സർജറി, ജാസി ആർക്കോ തുണിപ്പൊടി കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ആരാ ചെയ്തേ? നിങ്ങള്. അപ്പൊ പിന്നെ ആരുടെ പേരായിരിക്കും ആൾക്കാർ അധികം കേൾക്കുന്നത്? നിങ്ങളുടെ പേര്. നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ വേണ്ടിയിരുന്നേ? സത്യം പറയാലോ, പറയുന്നവരവർ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത്. കൂടാണ്ട് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്റെ ഫോക്കസ് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. പിന്നെ ഞാൻ ഗർഭത്തിന്റെ കഥ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ എല്ലാവരോടും ഞാൻ എന്റെ മനസ്സ് തട്ടി സോറി പറയാൻ കേട്ടോ. എല്ലാ സ്ത്രീകളോടും മാപ്പ് പറയണം. അതിന്റെ ഇടയിൽ ആ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വൃത്തികെട്ട പരിപാടി എന്താണെന്നറിയോ? സ്പൂൺ കൊണ്ട് കേടാണെന്ന് തോന്നുന്നു എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നു. രണ്ടാമത് ആ സ്പൂൺ എടുത്തിട്ട് വായിലിടുന്നു. വീണ്ടും എടുത്തിട്ട് കേടെടുത്തിട്ട് വായിലിടുന്നു. വീണ്ടും ആ ബോക്സിലൊക്കെ ഇട്ടിട്ട് വീണ്ടും എടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നു. വല്ലാതെ വൃത്തിയാട്ടോ. സമ്മതിക്കണം രാസിതാത്ത. പിന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ അല്ലെ? ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചത്. ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തെ പിടിച്ചിട്ട് റീച്ച് കിട്ടുന്ന കാര്യം അങ്ങ് നിർത്ത്. നിങ്ങൾ എല്ലാരോടും വന്നു മാപ്പ് പറഞ്ഞു, ഫൈൻ, ആ പരിപാടി അവിടെ നിർത്തിക്കണം. അതല്ലാതെ വീണ്ടും വീണ്ടും ഇതിന്റെ പിറകെ നടന്ന് വീണ്ടും ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പോലെ ഉള്ളവർക്ക് വീണ്ടും ഇത് തന്നെയായിരിക്കും പണി. രാസിത്താത്ത ആ പരിപാടി അങ്ങ് നിർത്തിക്കോ താത്ത. അതുകൊണ്ടാ മടുത്ത്. ഈ കാണുന്ന ആൾക്കാർക്കും മടുത്ത് കാണും, ചെയ്യുന്ന എനിക്കും മടുത്ത് കാണും. വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ പരിപാടി. നിങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങൾ തുറന്നുകൊണ്ട് പോവും. അത് കാണുമ്പോൾ നമുക്ക് പ്രശ്നമാവും. അപ്പൊ വീണ്ടും ചെയ്യും. ഇനിയെങ്കിലും നിർത്ത താത്ത, എനിക്ക് മതിയായി. ഓക്കെ, ശരി എന്നാ, ഗുഡ് നൈറ്റ്.